എല്ലാവർക്കും എൻ്റെ ജ്യോതിഷത്തിലോട്ടും ഹസ്തരേഖയിലോട്ടും സ്വാഗതം. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു കൈ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് രണ്ട് കൈകൾ നോക്കുമ്പോഴത്തേക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, ആയുർരേഖ, ആയുസ് എത്രയാണെന്നറിയാം. എത്ര വയസ്സ് നമുക്ക് അപകടം വരുമെന്നുള്ളത് പറഞ്ഞറിയാനായിട്ട് സാധിക്കും. എന്തൊക്കെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ബുദ്ധിരേഖ നോക്കി ബുദ്ധിക്ക് വൈബ്രേഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആരെല്ലാം നമുക്ക് എന്തൊക്കെ വിന ഉണ്ടാക്കി വയ്ക്കും. എത്രത്തോളം നമുക്ക് ബുദ്ധിയുണ്ട്, പഠിക്കാൻ ബുദ്ധിയുണ്ടോ, നന്നായിട്ട് കവിത എഴുതുമോ, നമുക്ക് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ബുദ്ധിരേഖ എന്ന് പറയുമ്പോൾ നമ്മളെ ബ്രെയിനും ബുദ്ധിയും തമ്മിലുള്ള ലിങ്കാണ്. അപ്പോൾ അവിടെ നമ്മളെ തലയ്ക്ക് ഇഞ്ചുറി വരുമോ, അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ, നമ്മൾ ബുദ്ധിപരമായിട്ട് ജ്യോതിഷമോ ഹസ്തരേഖയോ എന്തെങ്കിലും പഠിക്കുമോ, ഇപ്പോൾ പാണ്ഡിത്യം ഉണ്ടാകുമോ, സംസ്കൃതം പഠിക്കുമോ, ഉപനിഷത്ത്, വേദം ഇതൊക്കെ പഠിക്കാൻ നമുക്ക് പറ്റുമോ, ബിസിനസ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ബുദ്ധിരേഖ വെച്ച് നമുക്ക്. ബുദ്ധിരേഖ മീൻസ് ബുധൻ്റെ കൂടെ കാരകത്വമാണ്. അതേപോലെ തന്നെ നമുക്ക് ഹൃദയരേഖ, ഒരാളോട് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്, നമ്മളെ മറ്റുള്ളവരെ പറ്റിക്കുമോ, നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലം ജീവിച്ചു അത് നമുക്ക് എന്തൊക്കെ ലവ് അഫെയർ ഉണ്ടാകും, ഇന്നൊക്കെയുള്ള പല കാര്യങ്ങളും ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ മണ്ഡലങ്ങളുണ്ട്. വ്യാഴമണ്ഡലമുണ്ട്, ബുധമണ്ഡലമുണ്ട്, ശനിമണ്ഡലമുണ്ട്, ശുക്രമണ്ഡലമുണ്ട്, ചന്ദ്രമണ്ഡലമുണ്ട്, ചൊവ്വാമണ്ഡലമുണ്ട്, എല്ലാം ഉണ്ട് കയ്യിൽ. ഇതിൽ ഓരോ അടയാളങ്ങൾ വരുമ്പോൾ ആ ദശാകാല സമയത്ത് നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളും നമ്മുടെ ഹസ്തരേഖയിൽ പ്രകടമാകും. അതേപോലെ തന്നെ ആയുർരേഖ മാത്രം കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പകരം നമുക്ക് ആയുർരേഖയിൽ ഒരു ചെറിയ ഒരു അടയാളം, അസുഖത്തിൻ്റെ അടയാളം വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ആരോഗ്യരേഖ നോക്കണം. അതിലും വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം കുജരേഖയുണ്ട്, കുജരേഖയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഭാഗ്യരേഖയിൽ എന്തെങ്കിലും പ്രശ്നം, ഇതൊക്കെ നോക്കിയിട്ട് ആയുർരേഖ നോക്കാൻ പറ്റുള്ളൂ. ആയുർരേഖയ്ക്ക് ലെന്ത് കുറവാണെങ്കിൽ അയ്യോ നിങ്ങൾ 35 വയസ്സിൽ മരിക്കുമെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ അനലൈസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഈ 3 രേഖയും കൂടെ 4 രേഖ കൂടെ അനലൈസിട്ട് വേണം കാര്യങ്ങൾ പറയാനായിട്ട്. നമുക്ക് വൈഫുണ്ടോ, നമുക്ക് ഹസ്ബൻഡുണ്ടോ, അവരെങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മളെങ്ങനെയാണ് അവരെ സ്നേഹിക്കുന്നത്, നമ്മൾ വിവാഹരേഖ നോക്കി അറിയാൻ പറ്റും. അവർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ, ആക്സിഡൻ്റ് ഉണ്ടാകുമോ, വേർപിരിയുമോ രണ്ടുപേരും തമ്മിൽ, ഇതെല്ലാം നമുക്ക് ആ വിവാഹരേഖ നോക്കി കയ്യിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സൂര്യരേഖ നോക്കി പ്രശസ്തി, യശസ്, കീർത്തി നല്ല രീതിയിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചൊവ്വ മണ്ഡലത്തിൽ നിന്നൊരു രേഖ വന്ന് നമ്മുടെ സൂര്യരേഖ കട്ട് ചെയ്തുകൊണ്ട് പോകണത്, അല്ലെങ്കിൽ ശുക്രമണ്ഡലത്തിൽ നിന്നൊരു രേഖ വന്ന് കട്ട് ചെയ്യും, അല്ലെങ്കിൽ ശനിമണ്ഡലത്തിൽ നിന്നൊരു രേഖ വന്ന് 1.5 കട്ട്. സാധാരണ ഒരു കട്ടല്ല ഓരോ കയ്യിലും കാണുന്നത്. ഇനി നീ എഴുന്നേക്കാനേ പാടില്ല എന്നുള്ള രീതിയിലാണ് കട്ട്. അതാണ് സൂര്യരേഖ നല്ല ക്ലിയർ ആയിട്ട് ഏറ്റവും താഴെ ഹൃദയരേഖ കഴിഞ്ഞ് ബുദ്ധിരേഖ കഴിഞ്ഞ് ചന്ദ്രമണ്ഡലമൊക്കെ വരണമെങ്കിൽ അവരുടെ കഴിവെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അതേപോലെ തന്നെ ഭാഗ്യരേഖ മുറിയാൻ പാടില്ല. ചിലപ്പം ഭാഗ്യരേഖ ബുദ്ധിരേഖ വരെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു 30 വയസ്സൊക്കെ അവരെ ജോലി ഉണ്ടാവും. അത് കഴിയുമ്പോൾ ജോലിക്കൊരു മാറ്റം വരും. വീണ്ടും അടുത്ത ഒരു ഭാഗ്യരേഖ ഹൃദയരേഖ വരെയാണെങ്കിൽ ഒരു 50 വയസ്സ് വരെ നമുക്ക് പോകാം. അത് ഹൃദയരേഖ കഴിഞ്ഞ് ശനിമണ്ഡലം വരെ വീണ്ടും അങ്ങോട്ട് മുകളിലും ശനിമണ്ഡലത്തിലും കയറാൻ പാടില്ല. അതുവരെ നിൽക്കുകയാണെങ്കിൽ ആജീവനം കാലം നമുക്ക് എന്തോന്ന് കിട്ടും, നമുക്ക് വരുമാനം ഉണ്ടാകും. സന്താനം ഉണ്ടാകുമോ, സന്താനം ഉണ്ടാകത്തില്ല, അത് നമുക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ ചൊവ്വാ മണ്ഡലത്തിലൊരു രേഖ വന്നു കഴിഞ്ഞാൽ അതിലൊരു കറുത്ത ബ്ലാക്ക് സ്പോട്ട് വരികയാണെങ്കിൽ നമുക്കൊരു അപകടവും പറ്റുമോ എന്നുള്ളത് നോക്കാനായിട്ട് പറ്റും. ബുദ്ധിരേഖ മുറിയാൻ പാടില്ല. ബുദ്ധിരേഖ മുറിഞ്ഞ് മറ്റൊന്നിലോട്ട് പോകാൻ പാടില്ല. വേർപിരി വരും ഹസ്ബൻഡും വൈഫും തമ്മിൽ. ഇങ്ങനെ വിരലുകളുടെ നീളം കൂടിയ വിരൽ, നീളം കുറഞ്ഞ വിരൽ, നമുക്ക് വ്യക്തിത്വം ഉണ്ടോ, പെരുവിരലിന് വ്യക്തിത്വം ഉണ്ടോ ഇല്ലയോ, ഇത് നമുക്കറിയാനായിട്ട് സാധിക്കും. നഖം കൊണ്ട് പല കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. കങ്കണരേഖ, അത് വെച്ച് ചുരുക്കം പറയണമെങ്കിൽ നമ്മുടെ തലയിലെഴുത്തിൻ്റെ ഒരു കണ്ണാടിയാണ് നമ്മുടെ ഹസ്തരേഖ. നമ്മുടെ തലയിൽ ഭഗവാൻ അത് തന്നെയാണ് നമ്മുടെ വിഗ്രഹനിലയും.
നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഈ കൈ എൻ്റെ അടുത്ത് കൈ നോക്കാൻ വരുമ്പോൾ ഞാൻ നന്നായിട്ട് നോക്കി പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ഗ്രഹനില അയക്കാൻ പറയണം. നോക്കുമ്പോൾ രണ്ടും സെയിം തന്നെ. അവർക്ക് ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അവരിൽ നിന്ന് കിട്ടുന്ന ഒരു അനുമോദനം അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും, എൻ്റെ ഹൃദയത്തിന് ഏറ്റവും നല്ലൊരു തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യും. ഞാൻ എൻ്റെ മഹാദേവനെ നന്നായിട്ട് ഭഗവാനോട് നന്ദി പറയും. കാരണം എന്നെ ഇത്രയും ഉയർത്തിയില്ലല്ലോ നീ എന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.